അമ്മ എന്തൊക്കെയായി പറയുന്നേ? മഹിമ ഒരിക്കലും ഈ വീടിന്റെ പടി ചവിട്ടില്ല എന്ന് നീ അങ്ങ് തീരുമാനിച്ചാ മതിയോ? ഞാൻ അമ്പലത്തിൽ നിന്ന് വരുമ്പോ ഗൗരിയെ കണ്ടിരുന്നു. നിങ്ങളുടെ വിവാഹ വാർഷികം ആഘോഷിക്കാൻ മഹിമയും മുകുന്ദനെയും കൂട്ടിക്കൊണ്ടു വരാന്ന് അവളെ ഏറ്റിട്ടുണ്ട്. ഗൗരി പറഞ്ഞതുപോലെ ചെയ്യൂന്ന് നിങ്ങൾക്കറിയാലോ. ഇനി വിവാഹ വാർഷികം ആഘോഷിക്കുന്നതിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? ഇല്ലമ്മേ. പിന്നെ ഒരു കാര്യം ഞാൻ നിന്നോട് പ്രത്യേകം പറയാ, ഒരു കാരണവശാലും ഗോപാൽജിയോ സ്വപ്നയോ ക്ഷണിക്കരുത്. അവരിതിനെക്കുറിച്ച് അറിയാതിരിക്കുന്നത് തന്നെയാ നല്ലത്. അവരെ അറിയിക്കാതെ ഇങ്ങനൊരു ചടങ്ങ് നടത്തിയാ അവർക്ക് വിഷമാവില്ലേ? ഒന്നുമില്ലെങ്കിലും അവരിപ്പോ ഈ കുടുംബത്തിലെ അംഗമല്ലേ. അവര് കുറച്ച് വിഷമിച്ചാലും സാരമില്ല. നീയും മുകുന്ദരും മഹിമയും മഞ്ജും ഒക്കെയായി ആവശ്യത്തിന് പ്രശ്നങ്ങൾ ഈ വീട്ടിലുണ്ട്. ഇനി അവരെ ക്ഷണിച്ചിട്ട് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ എനിക്ക് താല്പര്യമില്ല. മോളെ, ഈ ആഘോഷത്തിലൂടെ മോളും മഹിമയും തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും തീർന്നെന്ന എന്റെ ആഗ്രഹം. താങ്ക് യു അമ്മേ. നീ സന്തോഷമായിരുന്നാലേ കുഞ്ഞിനും ആരോഗ്യം ഉണ്ടാവും. മുകുന്ദനും മഹിമയായുള്ള എല്ലാ പ്രശ്നങ്ങളും അവസാനിപ്പിക്കാനുള്ള അവസരമായത്. ഇത് നിങ്ങൾക്ക് ഞാൻ തരുന്ന വിവാഹ വാർഷിക സമ്മാനമായിട്ട് കണക്കാക്കിയാ മതി. ഇപ്പൊ സന്തോഷായില്ലേ? എന്ന മോള് ചെല്ല്, ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. ശരി അമ്മ. ശരി. അമ്മ, ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. എന്താടി, നിനക്കൊരു ബുദ്ധിമുട്ടുള്ളതുപോലെ? എനിക്കെന്ത് ബുദ്ധിമുട്ട്? സന്തോഷമേ ഉള്ളൂ. എന്നെ തോൽപ്പിക്കാന്ന് സ്വപ്നം കാണുകയാണോ? തള്ളക്ക് ഞാൻ കാണിച്ചു കൊടുക്കാം.